നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാൻ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഡെക്കറേറ്റ് എടുത്തിരുന്നു, ഫോണ്ടൻ്റ് ഒന്നുമില്ലാതെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഹേർട്ട് ഷേപ്പിൽ പേപ്പറുകൾ കട്ട് ചെയ്തെടുത്തു. ഇത് A4 ഷീറ്റ് കളർ പേപ്പറാണ്. അപ്പോൾ ബ്ലൂവും റെഡുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പല വലുപ്പത്തിൽ ഞാൻ കുറച്ച് ഹേർട്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു കപ്പിളിൻ്റെ സ്റ്റെൻസിൽ വരച്ചെടുത്തു. ഇത് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനും പറ്റും കേട്ടോ. നെറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അങ്ങനത്തെ ചിത്രങ്ങൾ. അതിനുശേഷം അത് ഞാൻ എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് വരച്ച് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഞാനിങ്ങനെ റോൾ ചെയ്ത് വെച്ചതുകൊണ്ട് അതിങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കപ്പിളിൻ്റെ സ്റ്റെൻസിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി അടിയിൽ ഞാനൊരു ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് കൊടുത്തു. അപ്പോൾ അതും ഇതേ ഷേപ്പിൽ ഞാൻ വരച്ചിട്ട് ഏകദേശം ഇതേ ഷേപ്പാക്കിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഈ സ്റ്റെൻസിലിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു. അപ്പം അതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണ്ടായിരുന്നു, വളഞ്ഞ് നിൽക്കാതെ സ്റ്റഡി ആയിട്ട് നിന്നു. കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു കഴിക്കാനുള്ള ഫുഡിൻ്റെ മേലെ ഇങ്ങനെ കളർ പേപ്പറും ഒക്കെ വെക്കുന്നത് ശരിയാണോ, നല്ലതല്ലല്ലോ, നമുക്ക് ഹൈജീനിക് ആണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് പേപ്പർ അഥവാ ബട്ടർ പേപ്പറില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ കേക്ക് ക്രീമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കപ്പിളിൻ്റെ സ്റ്റെൻസിൽ വെക്കുന്നതിൻ്റെ ബാക്കിൽ അതിന് കണക്കാക്കിയിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ വെച്ച്, അപ്പോൾ ഈ ക്രീം ആയതുകൊണ്ട് അതിലിങ്ങനെ വെക്കാൻ പറ്റുമല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അപ്പോൾ അതിന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു കോലിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആ ഹേർട്ട് ഷേപ്പിൻ്റെ ബാക്കിൽ ടൂത്ത് പിക്ക് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതിങ്ങനെ കുത്തി വയ്ക്കാൻ പറ്റുമല്ലോ കേക്കിൽ. എന്നിട്ട് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ ഈ ഹേർട്ട് ഷേപ്പ് ഉണ്ടാക്കിയതൊക്കെ അതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു. അതുകൊണ്ട് കേക്കിൽ ഈ പേപ്പറിൻ്റെ ഒരു ഭാഗവും ടച്ച് ചെയ്യാതെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് അതിൽ പേപ്പറിൻ്റെ ഇതൊന്നും തട്ടാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ബാക്കിൽ ഈ കപ്പിളിൻ്റെ സ്റ്റെൻസിലിൻ്റെ ബാക്കിലും അതേപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും എൻ്റെ ഈ ഡെക്കറേറ്റീവ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ക്വാറൻറ്റൈനൊക്കെ ആയിരുന്നു. അപ്പോഴായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ പിന്നെ ഫോണ്ടൻ്റൊന്നും വാങ്ങാൻ കടയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഐഡിയയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും നല്ല രസമായിട്ട് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ നിങ്ങളുമായിട്ടും അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.